ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈലിലുള്ള പരിപ്പുവട എങ്ങനെ ചെയ്തിട്ടെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒട്ടുമിക്കർക്കും അറിയുന്ന കാര്യമാണ് പരിപ്പുവട ചെയ്യുന്നത്. കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുമ്പം ആ ഒരു തനി നാടൻ ഹോട്ടലിലും ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു പരിപ്പുവട ടേസ്റ്റ് കിട്ടാറില്ല. കാരണം അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ആ ഒരു തനി നാടൻ സ്റ്റൈലിലുള്ള ആ ഒരു പരിപ്പുവടയുടെ ടേസ്റ്റ് കിട്ടുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പരിപ്പുവടയിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഇവിടെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന പരിപ്പ് നമ്മൾ നല്ല പോലെ കഴുകി എടുത്തിട്ട് നമ്മളൊരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് അത് കുതിർന്നിട്ട് വരിക. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 1.5 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏത് പരിപ്പാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നതെന്നാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. കാരണം നമ്മൾ എല്ലാ വിധത്തിലുള്ള പരിപ്പ് വെച്ചിട്ട് നമ്മൾ പരിപ്പുവട ചെയ്യാറുണ്ട്. അതായത് ഉവരപ്പരിപ്പ്, നമ്മൾ സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതിൽ നമ്മുടെ ചനാദാൽ വെച്ചിട്ട് ചെയ്യാറുണ്ട്, മട്ടർ ദാൽ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ എടുക്കുന്നത് മട്ടർ ദാൽ വെച്ചിട്ടുള്ള പരിപ്പുവടയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസിനെയാണ് മട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കാണുന്ന പരിപ്പാണ് മട്ടർ ദാൽ. അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു പരിപ്പുവട ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടാത്തവർ നമ്മുടെ ചനാദാൽ, അതായത് കടലപ്പരിപ്പ് വെച്ചിട്ടും ചെയ്യാം. നമ്മുടെ പരിപ്പുവടക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ മട്ടർ ദാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിനകത്തിപ്പം നമ്മുടെ വറ്റൽമുളക് ഉണ്ട്, നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 7 എണ്ണം വരെയാണ് എടുത്തിട്ടുള്ളത്, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ട്. അപ്പോൾ എരിവിനെടുക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ വറ്റൽമുളക് ഒരു 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ സവാള ചെറിയൊരു കഷ്ണം എടുക്കുന്നുണ്ട്. സാധാരണ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സവാളയുടെ കുഞ്ഞ് കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾ സവാള മാത്രം എടുക്കുക. ഒരു അത്യാവശ്യം സൈസുള്ള ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞിട്ടെടുക്കുക. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 10-15ഓളം ചെറിയുള്ളി വരെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പീസ് സവാള കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് കൂടെ നമ്മൾ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ അല്ലി വെളുത്തുള്ളി. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. വെളുത്തുള്ളി 2 അല്ലി മാത്രം മതി, കൂടുതൽ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇഞ്ചി. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു 2-3 വറ്റൽമുളകും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ എടുക്കാം കേട്ടോ. അത്യാവശ്യം എരിവൊക്കെ വേണമെന്നുള്ളവർ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് കൊടുക്കണം. ഇനി ഇത്രയും ഐറ്റംസ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരിക്കലും പേസ്റ്റ് ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇതിനെ ചതച്ചെടുക്കാൻ പറ്റും. അതിലിപ്പം ചോപ്പർ കയ്യിലുള്ളവർ ചോപ്പറിൽ ചേർത്തിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടർ ദാലൊക്കെ നല്ലപോലെ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ വെള്ളം വാർത്തിട്ടെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പരിപ്പ് കുറേശ്ശെ നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു പരിപ്പിൽ നിന്നും കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കണം. ഒരു 1-2 ടേബിൾ സ്പൂൺ മതി, ഒത്തിരി ഒന്നും വേണ്ട. അതെന്തിനാണ് അങ്ങനെ മാറ്റി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം പരിപ്പുവട കഴിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് പരിപ്പ് അങ്ങനെ കഴിക്കാൻ കിട്ടില്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപ്പ് കുറച്ച് മാറ്റി വെക്കുന്നത്. പരിപ്പുവട കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഈ പരിപ്പ് നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ചേർത്തിട്ടാണ് നമ്മളിതിനെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ പേസ്റ്റ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക എന്നല്ല കേട്ടോ. ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമ്മളിതിനെ അരച്ചെടുക്കാൻ. മാത്രമല്ല ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കുറേശ്ശെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഞാനിതാ ഫസ്റ്റ് ബാച്ച് നമ്മളിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ക്യാമറയിൽ ഒത്തിരി ഒന്നും ഫൈനായിട്ടില്ല. പരിപ്പ് കണ്ടോ, 1-2 പരിപ്പൊക്കെ അവിടെ ഇവിടെ അങ്ങനെ തന്നെ എപ്പോഴും കാണുന്നുണ്ട്. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പം ചെറിയ തരിയോട് കൂടിയിട്ടാണ് നമ്മളിതിനെ അരച്ചെടുത്തിട്ടുള്ളത്. ആ ഒരു കണ്ടീഷനിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഒരിക്കലും നമ്മുടെ ഈ ഒരു ഗ്രൈൻഡറിൻ്റെ ബ്ലേഡ് കറങ്ങാത്ത പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുന്നൊരു പരിപാടിയൊക്കെ ഇല്ലേ, അതൊന്നും ചെയ്യരുത് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കാൻ. നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പുവട ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പരിപ്പ് അരച്ചെടുക്കുമ്പം ഒരുപാടങ്ങ് ഫൈനായി പോകരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, അതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ചിലപ്പം കറങ്ങി കിട്ടാൻ പാട് കാണുമ്പം കുറേശ്ശെ വെള്ളം ചേർക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് നമ്മൾ അരച്ചെടുക്കുമ്പം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്യാമറയിൽ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നമ്മൾ പിടിച്ചു കഴിയുമ്പം ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിനി ബാക്കിയുള്ള പരിപ്പ് കൂടെ നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറങ്ങി കിട്ടാനൊക്കെ പാടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ചേർത്തിട്ട് മാത്രം ഈ ഒരു പരുവത്തിൽ ഇതെല്ലാം അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയമാണ് നമ്മൾ നമ്മുടെ പരിപ്പുവടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിന് ചേർത്തിട്ട് കൊടുക്കാം. കൂടെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടാതെ ശ്രദ്ധിക്കുക, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാകും. ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എങ്കിൽ ആ ഉപ്പും അതുപോലെ കായത്തിൻ്റെ പൊടിയും എല്ലാം കൂടെ എല്ലാ സൈഡിലേക്കും ഒരേപോലെ ആവുള്ളൂ. സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലൊന്നും ശരിയാവില്ല. അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മളെ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പില എല്ലാം കൂടെ അല്ലേ, അത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ പരിപ്പിൻ്റെ മിക്സ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം. കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പരിപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നമ്മൾ യോജിപ്പിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ പരിപ്പുവടക്ക് ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ പിടിച്ച് കഴിയുമ്പം കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ടാവും. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ടാണ് നമ്മൾ പരിപ്പുവടക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കട്ടിയിൽ നമ്മൾ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശം വേവാതെ പുറം ഭാഗം മാത്രം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഉള്ളിലേക്ക് ഒട്ടും തന്നെ വേവാണ്ട് അങ്ങനെ പച്ചക്ക് കടക്കും പരിപ്പൊക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് കട്ടിക്ക് ചെയ്യണ്ട. ഈ ഒരു തിക്നെസ്സാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം. നമുക്ക് കഴിക്കാനാണെങ്കിലും ടേസ്റ്റ് കിട്ടുന്നതും പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനൊക്കെ സുഖം ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പരിപ്പുവട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഇതാ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ. നമ്മൾ പരിപ്പുവട ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിലിൽ ചൂട് കുറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പരിപ്പുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓയിലൊന്നും കുടിക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ ചൂട് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മിക്സിൽ നിന്നും കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പുവട നമുക്ക് ഓരോന്നായിട്ട് ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴിയുള്ള ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരേ സമയം തന്നെ നമുക്ക് 3 or 4 പരിപ്പുവടയൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് നമ്മുടെ പരിപ്പുവട ചേർത്തതിന് ശേഷം ഉടനെ തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചിലപ്പം പരിപ്പുവട നമ്മൾ ആ ഷേപ്പ് ചെയ്തത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഫാസ്റ്റാക്കി വിട്ടതാണ്. കുറച്ച് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഓയിലിൻ്റെ ചൂട് ഒരുപാട് കൂടിയിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക, ഒത്തിരി കുറച്ച് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഓയിൽ കുടിക്കും. അത്യാവശ്യം ഒരു മീഡിയം തീയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മുടെ പരിപ്പുവടൻ്റെ ഉൾവശം കൂടെ നന്നായിട്ടൊന്ന് കുക്കാവുന്ന സമയം വരെ അത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അത്യാവശ്യം പുറമേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അത്യാവശ്യം നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കുക്കായിട്ട് വരുമ്പോഴാണ് നമ്മളിത് ഓയിലിൽ നിന്നും കോരിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് പരിപ്പുവട നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉൾവശം അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ചായക്കടയിലൊക്കെ കിട്ടുന്ന പരിപ്പുവട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെയിം റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയവർ കമൻറ്റിൽ വന്നിട്ട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.